ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇതാ ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് ചൂട് കൂടുതലാണ്. അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? കാരണം ചൂട് കാലത്ത് പിന്നെ ചൂടായിരിക്കും, മഴക്കാലത്ത് പിന്നെ മഴയായിരിക്കും. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഴ പെയ്താൽ തുടങ്ങും നമുക്ക് മഴക്കാലത്തിന് മഴയാണ്, വെള്ളപ്പൊക്കമാണ്. ചൂടാകുമ്പോൾ നമ്മൾ ചൂട് എന്നും പറഞ്ഞ് നടക്കും. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കര ചൂടുള്ള ഒരാളല്ല കേട്ടോ. കുറച്ച് എനിക്ക് ചൂട് കുറച്ചൊക്കെ ഇങ്ങനെ സഹിക്കാൻ പറ്റും. അതിനൊക്കെ എൻ്റെ കെട്ടിയവന് എൻ്റെ അമ്മ ഇച്ചിരി ചൂടും കൂടി സഹിക്കാൻ കഴിയില്ല. മൂപ്പരിങ്ങനെ ചൂട് കാലത്ത് മൂപ്പരൊരു ചൂടിലങ്ങനെ നടക്കും. അപ്പം അതാ ഞാൻ ഇന്ന് കുറച്ച് വേഗം അലക്കാനൊക്കെ കൊണ്ടിടുന്നുണ്ട്. വേഗം എന്ന് പറഞ്ഞാൽ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇന്ന് അലക്കാനൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഡെയിലി വ്ളോഗിലുള്ളത്. അപ്പം ഞാൻ ഈ കുറച്ച് അലക്കാനിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. കുറച്ച് അലക്കിയിട്ടത് ഉണക്കാൻ വിരിച്ചിടാനുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. രാത്രി ഞാൻ നമ്മൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഈ ഒരു അടുക്കളയിൽ നിൽക്കുന്ന ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ അലക്കിയിടും. അപ്പോൾ അത് പിന്നെ ഉണക്കാൻ ഇട്ടിട്ടായിരിക്കും കിടക്കുക. വിരിച്ചിടാനൊന്നും കഴിയില്ലല്ലോ, രാത്രിയല്ലേ. അപ്പോൾ പിന്നെ രാവിലെ ആയിരിക്കും വിരിച്ചിടുക. പിന്നെ കുറച്ച് ബാക്കി ഇന്നലെ വിരിച്ചിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണങ്ങാത്ത പ്രശ്നം ഇപ്പം ഇല്ലല്ലേ. ഇപ്പം മഴ പെയ്യുമ്പോഴായിരിക്കും ഒക്കെ കൂടെ ഇത് എവിടെ കൊണ്ടിടും അവിടെ കൊണ്ടിടും, ഉണങ്ങുമില്ല, മണക്കലും ഇതൊക്കെ കാരണം. അപ്പോൾ മുകളിലാണ്ട് ഞാൻ ഒന്നായിട്ട് അയലാണ് കെട്ടലാണ് കേട്ടോ. മുകളിൽ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് നീട്ടങ്ങട്ട് അയൽ കെട്ടും. എന്നാൽ പിന്നെ അവിടെ ഇവിടുന്ന് താഴ്ത്തുന്ന ഒന്ന് വെള്ളം ഉറ്റി കഴിഞ്ഞാൽ മുകളിൽ കൊണ്ടിടും. അങ്ങനെയൊക്കെയാണ് കാട്ടുകൾ. ഇപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. ഒന്ന് ഉണങ്ങി നമ്മൾ എന്താ പറയുക വിരിച്ചിട്ട് അടുത്തത് തിരിഞ്ഞ് കലങ്ങി പിന്നെ ഉണങ്ങി വരുമ്പോക്കിന് ഈ ഇട്ടത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് നേരെ മടക്കി വെക്കും. ഇങ്ങനെയുള്ള ഓരോ കലാപരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണങ്ങാൻ വേറെ നമ്മൾ കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിരിച്ചിട്ടതൊക്കെ എടുത്ത് പോന്നു. ബാക്കിയുള്ള കുറച്ച് അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വേഗം ഇപ്പോൾ തന്നെ ആ ചൂടോടുകൂടി തന്നെ മടക്കി വെക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഇന്നൊരു ചെറിയ മസാല തട്ടലും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ക്ലീനിങ് പരിപാടിയിൽ തന്നെയാണ്. കാരണം അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ഇപ്പോൾ എവിടെ പോയി ഒരു 4 ദിവസം നിന്ന് പോകുന്നത് പിന്നെ നമുക്ക് ആ പഴയ നമ്മുടെ വീടിനെ കിട്ടാൻ കുറച്ച് പണിയാണ്. അത് ഓരോ ഭാഗം ഇങ്ങനെ സെറ്റായി വരണേ അല്ലേ. അപ്പം ഇപ്രാവശ്യം പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല കേട്ടോ. ഞാൻ പോകുമ്പോൾ തന്നെ ഒക്കെ ഇങ്ങനെ അടുക്കി പൊതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഇതില്ല. എന്നാലും വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ എനിക്കൊരു മാറാല തട്ടാഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ട്. ഞാൻ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് നമുക്കൊരു ദിവസം ഒരു പ്ലാനിങ് ആണല്ലോ. ആഴ്ചയിൽ ഇന്ന ദിവസം നമുക്ക് മാറാല തട്ടാം, ഇന്ന ദിവസം നമുക്ക് ജനവാതിലൊക്കെ ഒന്ന് തുടക്കാം, അങ്ങനെയൊക്കെ ഓരോ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ഞാൻ ഈ വെള്ളിയാഴ്ചയാണ് ഞാനിങ്ങനെ ക്ലീനിങ് പരിപാടിക്ക് ആദ്യം നിൽക്കാറുള്ളത്. വെള്ളിയാഴ്ച പിന്നെ അറിയാലോ നമുക്കൊരു മൊത്തത്തിലൊരു ക്ലീൻ ആക്കണം എന്നൊക്കെ ഒരു ദിവസമാണല്ലോ. ചെറുപ്പത്തിൽ നമ്മളിവിടെ അരീക്കോട് തന്നെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു വെള്ളിയാഴ്ചക്ക് ഭയങ്കര ഒരു ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു പ്രത്യേകതയാണല്ലോ. നമ്മൾ അന്നൊരു അധികം നമുക്കൊരു ചെറിയൊരു കുഞ്ഞി പെരുന്നാളാണല്ലോ സംഭവം. അപ്പം അതുകൊണ്ട് അധികം ഞാൻ വ്യാഴാഴ്ച ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ക്ലീനിങ് ചെയ്യാറുള്ളത്. അപ്പം അപ്പോഴാണ് മൂപ്പര് ചിക്കനും മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ചിക്കൻ വാങ്ങുമ്പോഴാണ് മുട്ടയും വാങ്ങാറുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ കുറച്ച് ഉപയോഗം വരുന്നുള്ളൂ. ഫുഡൊക്കെ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ 3-4 ദിവസം പോവും. അപ്പം അതുകൊണ്ട് ഇത്രയും ദിവസം എന്നോ വാങ്ങിയ ഒരു കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. വന്ന ആ ദിവസം വാങ്ങിയ ബീഫ് തന്നെയായിരുന്നു ഇത്രയും ദിവസം കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ചിക്കൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെയാണ് മടക്കി വെച്ചിട്ട് ചിക്കൻ വേഗമാണ് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ എന്താ പറയുക അങ്ങനെ കിടക്കണ്ടല്ലോ ഫ്രിഡ്ജിക്ക് ഒന്ന് വെക്കാൻ ടൈമും ഇല്ല. നമുക്കത് കറിയാക്കണം, മസാല തേച്ച് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ മാറാല തട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തട്ടിയിട്ട് വന്നിട്ട് ചിക്കൻ നന്നാക്കാന്നില്ല. പിന്നെ വേഗം ഞാൻ അതിങ്ങനെ വെച്ച് ഫ്രിഡ്ജിലും അവിടെ ഇവിടെ വെക്കേണ്ടത് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടാണ്ട് പോകാം എന്ന് കരുതി ഞാൻ വേഗം അതങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് നമ്മൾ വലിയ നല്ല കഷ്ണങ്ങളൊക്കെ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഉള്ളത് സാധാ പോലെ തന്നെ നമ്മൾ മസാല തേച്ച് വെക്കാം. എല്ലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കറിയാക്കി നീട്ടി അങ്ങോട്ട് വെക്കാൻ കരുതി. എന്നാൽ പിന്നെ ഇന്നും വെച്ച് നാളെയും വെക്കാൻ നിൽക്കണ്ടല്ലോ. കറി വെച്ചിട്ട് ചൂടാറിയിട്ട് നാളേക്കത്തേക്കുള്ളത് അങ്ങോട്ട് മാറ്റി ഫ്രിഡ്ജിക്ക് വെക്കുക. ഇങ്ങനെ 2-3 ആൾക്കാരാകുമ്പോഴുള്ളൊരു പ്രശ്നമാണില്ലേ. അപ്പോൾ മോളും ഐറൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനൊരു കുറച്ച് കൂടുതൽ വെച്ചാൽ തിന്നാനൊക്കെ ആളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളാകെ 3 ആളപ്പോൾ ഒന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഒരു നേരെ ഇപ്പം ഫുഡും കഴിക്കണുള്ളൂ മര്യാദയ്ക്ക്. രാത്രിയാണെങ്കിൽ ആർക്കും ഒന്നും വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഇച്ചിരി ഓട്സോ അല്ലെങ്കിൽ പഴമോ മൈസൂർ പഴമോ അല്ലെങ്കിൽ 2 മുട്ടപ്പഴം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം അത്രയും ലേറ്റായിട്ടാണ് ഈ രാത്രി കഴിക്കണത്. അതുകൊണ്ട് നമുക്കൊരു നേരം മതി ചിക്കനും മീനൊക്കെ.
ഞാനത് കഴുകി ഊറ്റി വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ ക്ലീനിങ് പരിപാടിക്കൊക്കെ. അപ്പോൾ മുന്നിൽ നിന്ന് അങ്ങനെ മാറാല തട്ടാൻ തുടങ്ങി, ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അവിടെ വൈഫൈൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ഭാഗത്ത്. അപ്പോൾ അവിടെ കുറച്ച് നമ്മൾ അങ്ങോട്ട് അധികം തട്ടണ്ടല്ലോ, വൈഫൈൻ്റെ ഭാഗം തട്ടണ്ടല്ലോ എന്ന് കരുതി ഇടയ്ക്കേ തട്ടാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നിറച്ച് മാറാലുണ്ടായിരുന്നു. അപ്പോൾ അത് തട്ടി പിന്നോട് ഇങ്ങനെ എന്നാൽ ഞാൻ കുളിക്കണേന് മുന്നേ പറഞ്ഞുകൂടേന്നു, ഞാൻ തട്ടി തരില്ലേനോ എന്ന് പറഞ്ഞാണ് എൻ്റെ കെട്ടിയവൻ അവിടെ എങ്ങനെ നിൽക്കണത് കേട്ടോ. മൂപ്പർക്ക് അലർജി ഉണ്ടെങ്കിലും ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ മൂപ്പർക്ക് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ പൂതി. ഇങ്ങനത്തെ പിന്നെ പുറത്ത് നമ്മൾ വീടിൻ്റെ ഒക്കെ പുറത്ത് അധികം ആഴ്ചയിൽ ഒരുക്കം മൂപ്പർ ഈ കോലൈറ്റ് പോയിൻ്റെ ഈ പിന്നെ മാറാതെ തട്ടുന്ന കോലിൻ്റെ പകുതി പൊട്ടിപ്പോയതാണ് കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും, ഒന്ന് വാങ്ങണം വിചാരിച്ചിട്ട് കുറേ ആയി, അങ്ങോട്ട് എത്തുന്നില്ല. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ, എന്തെങ്കിലും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് തന്നെ എനിക്ക് എത്തുമ്പോൾ ഞാനതങ്ങനെ തട്ടു. പിന്നെ എത്താത്ത ഭാഗമൊക്കെ കസാലമ്മ കയറിയിട്ട് അങ്ങോട്ട് എത്തിച്ച് അങ്ങോട്ട് എടുക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു മാറാൽ തട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ലോണം മാറാൽ പോരും ചെയ്യും, ചുമരുമ്മലാവില്ല. അപ്പോൾ ഇതൊരു വൃത്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഫാനുമേലുള്ളതും സംഭവമൊക്കെ മൂപ്പർ തന്നെയാണ്. ഇടയ്ക്ക് കസാലമ്മ കയറിയിട്ട് ജസ്റ്റ് ഒരു മുണ്ടൊക്കെ നനച്ചെടുത്തിട്ട് ഫാനൊക്കെ തുടക്കും ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ ഈ കാറ്റ് നമുക്കിങ്ങനെ ഫാന് കറങ്ങുമ്പോൾ കാറ്റ് കുറവാവില്ല, അപ്പോൾ അത് എടുക്കുക മൂപ്പർ തന്നെ തുടക്കും. അപ്പോൾ അങ്ങനത്തെ അതൊന്നും ഞാൻ നോക്കാറില്ല. ഇത് ഞാനിങ്ങനെ മാറാതെ തട്ടാനൊക്കെ എനിക്ക് തന്നെ ഒരു വലുപ്പം തോന്നാറുണ്ട്. ഞാൻ അതന്നെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. മേശമേൽ കസാലമേലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് തട്ടും. പിന്നെ മുൻഭാഗം പോയി ഒക്കെ മൊത്തത്തിൽ അടിച്ചു വാരി. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ക്യാമറ ആയിട്ട് മുന്നിലേക്ക് പോയില്ല കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ ആൾക്കാരങ്ങനെ പോഴും വരവൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ വേഗം പോയി അടിച്ചേരി പോകുന്നു. പിന്നെ അത് ആ റൂമുകളൊക്കെ ഇങ്ങനെ അടിച്ചേരാണ്. അപ്പം അവിടെ ആ റൂമിൽ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഇങ്ങനെ കുറച്ച് ഉറുമ്പുണ്ടായിരുന്നു. ഇന്നലെ കിടക്കാൻ നോക്കി വേണ്ടി ചുമരുമ്പിൽ ഇങ്ങനെ വരിട്ട് ഇങ്ങനെ പോകണു ഉറുമ്പിട്ട്. അപ്പോൾ മൂപ്പർ അത് നന്നാക്കാണ്. അപ്പോൾ ഈ അവിടെ ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വേണം ആ റൂം അടിച്ചുതരാൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അടിച്ചുതരിതാൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന മേശൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ചപ്പോഴാണ് വെള്ളിയാഴ്ച എൻ്റെ അപ്പാപ്പ വന്നത് കേട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ അപ്പം പറ്റിയേ അപ്പാപ്പ വരാമെന്ന് ചോദിച്ചിട്ട്. അപ്പം തീരെ വയ്യ മാളെ, വെയിലിൻ്റെ ചൂടുകൊണ്ട് ഭയങ്കര ചൂടാണ്. പിന്നെ തല മിന്നണിങ്ങോട്ട് പോരാൻ കഴിയണില്ല, ബൈക്ക് മേലൊന്നും പോരാൻ കഴിയില്ല. ഇന്നിപ്പം എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. കാരണം മൂപ്പർക്ക് ഈ മഹലിലാണ് നിസ്കരിക്കാൻ വരാൻ പള്ളിക്ക് പോകാനൊക്കെ ആഗ്രഹം കേട്ടോ. കാരണം ഇവിടെയാണ് എൻ്റെ അമ്മാരെ തറവാട്, ഇവിടെയാണ് എൻ്റെ വീടിന് ഈ മഹലിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കാണ് എൻ്റെ അമ്മാരെ തറവാട് അപ്പുറം ഭാഗത്ത്, ആ സൈഡ് പള്ളീൻ്റെ അപ്പുറം സൈഡാണ് കേട്ടോ. അപ്പം ഞാൻ പള്ളീൻ്റെ മുന്നിലുള്ള സ്കൂളിലൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് പള്ളിക്ക് വരലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പണ്ടത്തെ ഒരു ഓർമ്മയിൽ അവിടെ തറവാടൊന്നും ഇല്ല, തറവാടൊക്കെ വിറ്റു പൊളിച്ച് അവിടെ നിന്നിപ്പം ആ സംഭവമേ അല്ല. അപ്പോൾ എന്നാലും പിന്നെ മൂപ്പര് നിസ്കരിക്കാൻ വെടുത്തും ഉമ്മാൻ്റെയും വാപ്പാൻ്റെയൊക്കെ കബറ് വെടിയുണ്ടോ. എൻ്റെ അമ്മാൻ്റെ ആങ്ങളെയാണല്ലോ ഇത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയൊക്കെ കബറ് ഉമ്മാൻ്റെ വാപ്പാൻ്റെയൊക്കെ കബറിട്ട് ഇവിടെയാണ്. അപ്പോൾ അത് കാണാനൊക്കെയാണ് അപ്പാപ്പ വരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും വന്ന് വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് വരും. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്തൊന്ന് കയറി നല്ലൊരു ചായയൊക്കെ കുടിച്ച് പോകലാണ്. അപ്പോൾ വന്നപ്പം ചക്ക കൂട്ടാനാട്ടോ പാത്രത്തിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് എനിക്കും കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഞാനിതാ നല്ലൊരു ചായ ഉണ്ടാക്കി. അപ്പോൾ എന്താ പിന്നെ സ്നാക്സ് നമ്മൾ ഒന്നും കൊണ്ടുവച്ചത് ബിസ്ക്കറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാവിലെ ആണെങ്കിൽ ഞാൻ നല്ല പഴം വാട്ടിയതും അതും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബ്രെഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ മൂപ്പരോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ വീറ്റ് പൊറോട്ട കൊണ്ടുവച്ചാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് രാത്രി ചിലപ്പോൾ വീറ്റ് പൊറോട്ട കൊണ്ടുപോയി വെക്കും, എന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്കൊന്നും വേണ്ടെങ്കിൽ എൻ്റെ ചായ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ചായ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൂപ്പരും ആ ചായയും കുടിച്ച് വീട്ടിലെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയണേ. അപ്പോൾ എന്നോടും ചോദിക്കും എന്താ അമ്മാൻ്റെ വർത്താനം, എൻ്റെ അമ്മാൻ്റെ വർത്താനം ചോദിക്കും. ഇപ്പോൾ എങ്ങളെ വർത്താനല്ലേ, അമ്മാൻ്റെ വർത്താനമൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ തുത്തുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ തുത്തുവിനോട് വിവരം വിശേഷം പറയണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് മൂപ്പര് പോയിട്ടോ. മൂപ്പര് പോയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നത്. തുടച്ചിട്ട് വേണം നമുക്ക് കിച്ചണിക്ക് പോയി നമ്മുടെ ബാക്കി പണികളൊക്കെ തീർക്കാനായിട്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ റൂമിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഒരു ഉറുമ്പിനെ കണ്ടതിനാണ് ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടത്. എന്നിട്ട് അവിടെയൊക്കെ തട്ടി ബെഡൊക്കെ തട്ടിയിട്ട് ചുമരുമ്പിൽ ചോക്കൊണ്ടൊക്കെ വരച്ച് ഉറുമ്പിനെയൊക്കെ കളഞ്ഞ് തട്ടിക്കുട്ടി അടിച്ച് വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനോട് പറയും ഞാൻ അടിച്ചെറിയാണ്, ഇനി ഇത് തുടക്കുമ്പോൾ നന്നാക്കി തുടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മൊത്തത്തിലെല്ലോടത്ത് തുടച്ചു കിട്ടും. തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി കിച്ചണിൻ്റെ പണികളൊക്കെ തീർത്തത്. അപ്പോൾ മൂപ്പരും പള്ളിയിൽ പോയി, അപ്പാപ്പയും പള്ളിയിൽ പോയി. ഇനി വരുമ്പോഴേക്കും വേഗം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. അല്ലെങ്കിൽ പണി ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ പണിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പണി ഉണ്ടാവില്ല, അങ്ങനെ കാര്യം. അപ്പോൾ ഞാൻ വേഗം
ഗീ റൈസൊക്കെ ഉണ്ടാക്കുകയാണ്. നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പ്ലാന്. പിന്നെ അപ്പോൾ തൈര് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് കുറച്ച് മോരും വെള്ളം ഉണ്ടാക്കിയൊക്കെ ഉണ്ടീന്ന്. അപ്പോൾ ഞാൻ 2 പാക്ക് തൈരൊക്കെ വാങ്ങി ഒരു പാക്ക് കൊണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാം, വലിയൊരു പാത്രം അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്നാൽ ദാഹിക്കുമ്പോൾ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് 2 പാക്ക് തൈരും കാര്യങ്ങളൊക്കെ ഇതുമുന്നോട് കൊണ്ടുവച്ചു. പിന്നെ ഇപ്പോൾ ഭയങ്കര വെയിലല്ലേ, എന്നിട്ട് ഞാൻ വെയിലായതുകൊണ്ട് ഇതുമുന്നോട് കുട ചൂടിയിട്ടാട്ടോ വീഡിയോക്കൊക്കെ പറഞ്ഞേക്കലിപ്പം. അങ്ങനെ നമ്മളെ അടുപ്പത്ത് കരണ്ടടുപ്പിൽ ഉണ്ടാക്കാമെന്ന് കരുതി. കറണ്ട് ഉള്ള ടൈമിൽ നമുക്ക് കരണ്ടടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ ഒക്കെ എൻ്റെ ഒരു പ്ലാൻ. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ എന്തായി എന്തോ എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇപ്പോൾ ഇതുമേൽ ഇങ്ങനെ ഉണ്ടാക്കി ശീലമായതുകൊണ്ട് ഇപ്പോൾ കരണ്ടടുപ്പിൽ തന്നെയാണ് കാര്യമായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത്. അതായത് ഈ കരണ്ടടുപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രം ഉള്ളെങ്കിൽ അതിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ച് ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചായ കുടിക്കണത്. എനിക്ക് പിന്നെ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വേണ്ട, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ എന്തൊക്കെയോ ഒരു വിശപ്പും കഴിക്കാനുള്ള ഒരു ആഗ്രഹം എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ പോകുന്നിടത്തോളം ഞാൻ ഒന്നും കഴിക്കാതെ നിന്ന് പിന്നെ ചായ അങ്ങോട്ട് കുടിക്കും. ചായ ഉണ്ടെങ്കിൽ പിന്നെ ഇതുമ്പോൾ കൊണ്ട് മിച്ചർ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം ചായക്കടി ഇനിയിപ്പോൾ വേറെ ഒരു വട്ടം കൂടി പീടിയൊക്കെ പോകണ്ടല്ലോ എന്ന് എഴുതിക്കാണ്ട് നമ്മൾ തൈര് കൊണ്ടുവച്ചപ്പോൾ ഞാൻ കുറച്ച് മിച്ചറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ഈ അരിയണത്. ചിക്കൻക്ക് ഇടാനുള്ള ഉള്ളി വാടി വരുമ്പോഴേക്കും നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അത് അവിടെ മിക്സിൻ്റെ മേലെ കണ്ടോ അത് അരച്ച് വെച്ചിട്ടുണ്ട്. മിച്ചർ ഞാൻ കുറച്ചൊരു എടുത്തിട്ട് അത് കൂട്ടി ഇങ്ങനെ അധികമൊന്നും എടുത്തില്ല, പൂതിക്ക് ഞാൻ എടുത്ത് കഴിച്ചാണ് ഇങ്ങനെ ചായയും കുടിച്ചു കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നാളത്തേക്കും കൂടി കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പാർന്നിട്ട് പറിച്ച് ബാക്കിയുള്ളത് അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് കരുതി. ബാക്കി പിന്നെ കുറച്ച് കഷ്ണമായിട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ മസാല തേച്ച് വെക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു, മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് വെക്കാമെന്ന് കരുതി. ഫുഡ് കഴിക്കാൻ നേരം എന്നിട്ട് നമുക്കത് പൊരിക്കാമല്ലോ. ആവശ്യത്തിന് മാത്രം പൊരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 2 ദിവസം കറി ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും, ചിക്കൻ പൊരിക്കാനുണ്ടാവും. അപ്പോൾ ഈ കറീനെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നാളത്തേക്ക് കറിയും ഉണ്ടാവും, നമുക്ക് എന്ത് ചെയ്യാം പിന്നെ പൊരിക്കാനും ഉണ്ടാവും. അങ്ങനെ 2 ദിവസത്തിന് 2 ആക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ. പിന്നെ നാളെ നീനൂട്ടിയും വരും കേട്ടോ. അപ്പോൾ ഓക്കും ചിക്കൻ പൊരിച്ചത് കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതിയതാണ്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെ എല്ലാ അതും. ഞാൻ ഇപ്രാവശ്യം ചില്ലി ഫ്ലേക്സിന് ഒരു പൗഡർ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീരി ചില്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിലേക്ക് കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, അങ്ങനെ കേട്ടോ ഈ ചിക്കനൊക്കെ പൊരിക്കാനുള്ള അത്യാവശ്യം സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ ചെറുനാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടയിൽ പോയപ്പോൾ കുറച്ച് ചെറുനാരങ്ങ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ നീര് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, നോമ്പിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ചെറുനാരങ്ങൻ്റെ വെള്ളം കുടിക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത് കുടിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ പഞ്ചാര ഇട്ടിട്ടല്ല ഉപ്പിട്ടിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് മസാല തേച്ച് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളും വിഭവങ്ങളൊക്കെ. അപ്പോൾ ഈ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട്, നീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുറേ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ മൂപ്പര് വന്നു, ഞങ്ങൾ ചിക്കനൊക്കെ പൊരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.